ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. നോർമലി നമ്മൾ വെക്കുന്ന ബിരിയാണിനെക്കാട്ടും ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഉള്ളിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ഉള്ളിയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് എണ്ണയിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലെ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ടാണ് ഇവിടെ റൈസ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ സാദാ ചോറില്ലേ, അപ്പോൾ സാദാ ചോറ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. സാദാ ചോറ് വെക്കുന്ന ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളത്തിന് കണക്കൊന്നുമില്ല, ആവശ്യത്തിനുള്ള വെള്ളം ചൂടായി വരുന്ന സമയത്ത് കറാമ്പൂ, ജീരകം, ചെറുനാരങ്ങ നീര്, പിന്നെ കറുപ്പൻ്റെ എല്ലാന്ന് ഇവിടെ പറയൽ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ അതൊന്ന് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളി നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ മസാലേൻ്റെ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. അതിനായിട്ട് ഇവിടെ 3 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം വാടി വരുന്ന സമയത്ത് നമ്മുടെ അടുപ്പത്ത് വെള്ളം നല്ലോണം പതച്ച് വരുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള അരി ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന്. ഇനിയിപ്പോൾ ഇടയ്ക്കൊന്ന് അരിൻ്റെ വേവൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഉള്ളി ഒന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല എല്ലാം കൂടി നല്ലോണം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഉപ്പ് ചേർത്തിന് കേട്ടോ, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചൊരു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി മഞ്ഞളും മുളകും ഒക്കെ ഇട്ട് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി മുളക് പൊടീൻ്റെ ഒരു അളവ് കൂട്ടിയാൽ മതി. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം പുളിപ്പുള്ള തൈരാണ്. പുളിപ്പ് കുറച്ചുകൂടി വേണ്ടിയതുകൊണ്ട് കുറച്ച് ലെമണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അടച്ചു വെക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു. ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ റൈസ് ഊറ്റിയിട്ടുണ്ട്. നോർമൽ റൈസെല്ലാം ഊറ്റുന്നതിൻ്റെ തൊട്ട് തന്നെ വെച്ച് വാർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചോറ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത ഒനിയനും മല്ലിച്ചപ്പും അണ്ടിയും മുന്തിരിയും ഒക്കെ കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മസാലേൻ്റെ മുകളിലോട്ടേക്ക് ചോറിട്ട് കൊടുക്കുക. നമ്മൾ നോർമൽ ബിരിയാണി ദം ചെയ്യുന്ന പ്രോസസ്സ് തന്നെ നമ്മൾ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ചോറ് കണ്ടാൽ മനസ്സിലാവും, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ, നല്ലോണം വിട്ടായിട്ടാണ് ഉള്ളത്, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. പിന്നെ ഞാൻ ആദ്യം എടുത്തു വെച്ച മസാല ഓരോ ലെയറിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യ്, അങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ അരി സെപ്പറേറ്റ് വറക്കോ ഒന്നും ചെയ്യാണ്ട് കഴുകി അതേപോലെ തന്നെ ഊറ്റിയിട്ടാണ്, വെള്ളം ഊറ്റി കൊടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് വെച്ചിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് റൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ദമ്മിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മുടെ 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ
ഞാൻ പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരാം. ബൈ.